അങ്ങനെ യാക്കോബിന്റെ മക്കളായിരിക്കുന്ന 12 ഗോത്ര പിതാക്കന്മാർ ഇസ്രായേൽ മിസ്രൈമിലായിരുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വായിപ്പാനിടയാകും. ഇളയ മകനായിരിക്കുന്ന യോസഫാണ് മിസ്രൈമിൽ ആദ്യമായി കടന്നു പോകുവാനിടയായത്. അവനെ പുത്തിപ്പറ, അന്നത്തെ രാജാവായിരിക്കുന്ന പുത്തിപ്പറന് സഹോദരന്മാർ വിറ്റു എന്നാണ് വായിപ്പാനിടയാകുന്നത്. അവനെന്ത് ചെയ്യാണ്? മിസ്രൈമിലെ ഫറവോന്റെ ധനകാര്യമന്ത്രിയായി തീർന്നപ്പോൾ പിതാവുൾപ്പെടെ മാതാവുൾപ്പെടെ 12 സഹോദരന്മാരെയും അവരുടെ ഭാര്യമാരെയും അവരുടെ മക്കളെയും ആഭരണധാരികളല്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കാത്തതായ ഏക സത്യ നിത്യ ദൈവത്തെ ആരാധിക്കുന്ന ദൈവിക പ്രമാണ ഉപദേശമുള്ളതായിരിക്കുന്ന 70 പേർ മിസ്രൈമിലേക്ക് കടന്നു പോകുവാനിടയായി. ഏകദേശം 430 വർഷക്കാലം അവർ മിസ്രൈമിൽ ഫറവോന്റെ അടിമയിൽ ആയിരുന്നു. എന്നാൽ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ, എൻ്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു, അവിടെ കരച്ചിൽ ഞാൻ കേട്ടിരിക്കുന്നു, അവരെ ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കുവാൻ സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു. എൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനോട് നീ പറയണം, നമ്മുടെ പുറപ്പാടിന്റെ സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് സർവശക്തനായ ദൈവം മോശയോട് പറഞ്ഞത് എന്താണ്? അവരുടെ അധ്വാനത്തിന്റെ ഫലം, അവരെ ധന്യപ്പിച്ച, അവരെ പണിയടിപ്പിച്ച, അടിമവേല ചെയ്ത, ധനങ്ങൾ കൂട്ടിയതായിരിക്കുന്ന ഫറവോൻ അവരുടെ അധ്വാനത്തിന്റെ ഫലം കൊടുക്കാഞ്ഞത് കൊണ്ട് യഹോവയായ ദൈവം മോശ മുഖാന്തരമായി പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? മിസ്രൈമിലുള്ളതായിരിക്കുന്ന സകല വീടുകളിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങി നിങ്ങളുടെ തലമുറകളെ അണിയിക്കണം. തീർന്നില്ല, രണ്ടാമത് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? മിസ്രൈമിലുള്ളതായിരിക്കുന്ന ഭവനങ്ങളെ നിങ്ങൾ കൊള്ളയടിക്കണം. അവിടെ ഏറ്റവും വിലപിടിപ്പുള്ളതായിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അവർ കൊള്ളയടിച്ച് അവരെന്ത് ചെയ്യാണ്? ചോദിച്ചു വാങ്ങിയത് തലമുറകളെ അണിയിച്ചു. അവർ കൊള്ളയടിച്ചെടുത്തത് ആരും കാണാതെ വണ്ണം മറച്ചുകൊണ്ട് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ, നീ കുഞ്ഞാടിനെ അറുത്ത കട്ടളക്കാലിൽ മേലിലും കുറുമ്പടി മേലിലും രക്തം പുരട്ടിയിട്ട ഒരു തളികയിൽ രക്തമെടുത്ത അതെന്ത് ചെയ്യാണ്? ഈ സോപ്പ് ചെടിയുടെ തണ്ട് കൊണ്ട് ഈ ജനത്തിന്റെ മേൽ തളിക്കണം. വേർപെട്ടതായിരിക്കുന്ന ഇസ്രായേൽ, കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന ഇസ്രായേൽ മിസ്രൈമിലായിരിക്കുമ്പോൾ പാലും തേനും ഒഴുകുന്നതായിരിക്കുന്ന കനാൻ ദേശത്തെ ലക്ഷ്യമാക്കിയവർ യാത്ര ചെയ്യേണ്ടതിന് വേണ്ടി സർവശക്തനായ ദൈവം മോശയോട് പറഞ്ഞ, മിസ്രൈമിലുള്ളതായിരിക്കുന്നതായ സകല ആദിജാതന്മാരെയും സംഹാരക ദൂതനിറങ്ങി അവരെ നിഗ്രഹിക്കുമ്പോൾ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നതായ എൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേലിനോട് നീ പറയണം, നാം പുറപ്പെട്ടു പോകാം. അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ട പാലും തേനും ഒഴുകുന്നതായിരിക്കുന്ന കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി കടന്നു വന്നു. എന്നാൽ ഫറവോനും അവന്റെ സൈന്യവും കുതിരകളും രഥങ്ങളുമായി ഇസ്രായേലിനെ പിൻപറ്റുവാനിടയായി. ചെങ്കലിന്റെ തീരത്ത് കടന്നു വന്നപ്പോൾ പുറകിലെന്തിയാണ്? സാത്താന് നിഴലായി നിൽക്കുന്ന ഫറവോനും സൈന്യവും. ഇരുവശങ്ങളിലും കൂട്ടം പാറക്കെട്ടുകൾ, മുൻപിൽ ചെങ്കടൽ, 4 വശവും അടഞ്ഞു നിൽക്കുന്നതായ ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നിന്റെ കയ്യിലിരിക്കുന്ന വടി ചെങ്കടലിന്റെ നേരെ നീട്ടുക. മോശ ചെങ്കടലിന്റെ നേരെ ഈ വടി, അത്ഭുതത്തിന്റെ വടി നീട്ടിയപ്പോൾ യഹോവയായ കടലിനെ 2 ഭജിച്ചു. ചെങ്കടലിൽ ചെങ്കൽപ്പാത ഒരുക്കി ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേലിനെ അക്കരെ കടത്തിയപ്പോൾ ഫറവോനും സൈന്യം ചെങ്കടലിൽ ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ, ഇതാ ചെങ്കൽപ്പാത ഒരുക്കി നിന്നതായിരിക്കുന്ന ആ വലിയ പെരുവെള്ളം അവരെ മൂടി നിഗ്രഹിച്ചു കളയുവാനിടയായി.
ഇസ്രായേൽ ചെങ്കടൽ കടന്നു. വായിക്കുന്നതിനെയാണ് മിരിയാം തപ്പെടുത്ത കൊട്ടി ചെങ്കടലിനെ ഭൂജിച്ച തന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേലിനെ ഇക്കരെ കൊണ്ടുവന്നായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നു. അവർ വീണ്ടും യാത്ര പുറപ്പെട്ട സിനായുടെ അടിവാരത്തിൽ, പർവ്വതത്തിന്റെ അടിവാരത്തിൽ വന്നവർ പാളയമടിച്ചു. പാളയമടിച്ചപ്പോൾ അവിടെ മിസ്രൈമിൽ നിന്നും ഇസ്രായേലിനെ കൂട്ടി വരുത്തിയതായിരിക്കുന്ന അവരുടെ നടുനായകനായിരിക്കുന്ന മോശയെ യഹോവയായ ദൈവം സിനായ് മലയുടെ പർവ്വതത്തിലേക്ക് വിളിപ്പാനിടയായി. മോശ പർവ്വതത്തിൽ 40 രാവും 40 പകലുമായിരുന്നു. അങ്ങനെ ഇരിക്കവേ മിസ്രൈമിൽ നിന്നും കടന്നു വന്നായിരിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ പാളയത്തിലായിരിക്കുമ്പോൾ അവർക്ക് മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അവർക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ അന്നത്തെ ആദ്യത്തെ പുരോഹിതനായിരിക്കുന്ന അഹ്റോനോട് പറഞ്ഞു, അല്ലയോ അഹ്റോനെ, മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്നായിരിക്കുന്ന മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മുൻപാകെ നടക്കേണ്ടതിന് വേണ്ടി ഒരു ദൈവത്തെ ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അഹ്റോൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കാതിൽ കിടക്കുന്ന കുണുക്കുകളും കഴുത്തിൽ കിടക്കുന്ന മാലകകളും ഈ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അഹ്റോൻ അതിന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഉരുക്കി പണിത മിസ്രൈമിലെ ഒരു കാള ദൈവത്തെ ഉണ്ടാക്കി കൊടുപ്പാനിടയായി. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ ഹല്ലേലൂയ കളിപ്പാൻ എഴുന്നേറ്റു. ഞാൻ വായിക്കുന്നില്ല ഭാവമൊന്നും. കളിപ്പാൻ എഴുന്നേറ്റു, അവർ ഉത്സവം ആചരിപ്പാൻ തുടങ്ങി എന്ന് വായിക്കുന്നു. അപ്പോൾ ഇവർ ഈ ആഭരണധാരികളായിരിക്കുന്ന ഇസ്രായേൽ ജനം മുഴുവനും അഹ്റോൻ ഉണ്ടാക്കി കൊടുത്തതായിരിക്കുന്നതായ പൊന്നുകൊണ്ടുണ്ടാക്കി കൊടുത്തായിരിക്കുന്ന കാള ദൈവത്തിന്റെ മുൻപാകെ അവർ എന്ത് ചെയ്യാണ്? ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് ഉത്സവം ആചരിക്കുകയാണ്. അപ്പോഴാണ് ദൈവം ഇസ്രായേൽ ജനത്തോട് എങ്ങനെയായിരിക്കും, ഇസ്രായേൽ ജനം ദൈവത്തോട് എങ്ങനെയായിരിക്കണം എന്നുള്ളതായിരിക്കുന്നതായ 10 കൽപ്പനയുമായിട്ട് മോശ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ പാളയത്തിൽ കാണുന്നതായിരിക്കുന്നതായ കാഴ്ച അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. മോശ പാളയത്തിൽ വെച്ച് കാണുന്ന കാഴ്ച എന്തെന്ന് ചോദിച്ചാൽ, 20-ാം അധ്യായം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1-2 തിരുവചനങ്ങൾ ഞാനൊന്ന് വായിക്കാം. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ എന്ന ദൈവനാമത്തിൽ അർപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ദൈവം ഈ വചനങ്ങളെയൊക്കെയും അരുളി ചെയ്തത്, അടിമ വീടായ ഇസ്രായേൽ ദേശത്തു നിന്നും നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിൽ എങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിൽ എങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയെ അരുത എന്ന പ്രമാണം ആയിട്ട്, അഥവാ 10 കൽപ്പനയുടെ 1-ാമത്തെ കൽപ്പനയുമായിട്ട് 1-ാമത്തെ കൽപ്പനയുടെ 1-ാമത്തെ ലംഘനമാണ് പാളയത്തിൽ കാണുവാനിടയാകുന്നത്. സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ വെള്ളത്തിലോ
ഉള്ളതായിരിക്കുന്ന യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കുകയോ അതിനെ ആരാധിക്കുകയോ ചെയ്യരുത്. മോശ പർവ്വതത്തിൽ ഇറങ്ങി വന്ന പാളയത്തിലേക്ക് നോക്കുമ്പോൾ ആഭരണധാരികൾ സ്വർണ്ണാഭരണങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കുന്ന കാള ദൈവത്തിന്റെ മുൻപാകെ അട്ടഹസിച്ച അവർ ഉത്സവം ആചരിച്ച തുള്ളിച്ചാടുകയ വാദ്യ മേളങ്ങളോടുകൂടെ. അപ്പോൾ യഹോവയായ ദൈവത്തിന്റെ പാദപീഠങ്ങളിൽ കോപിഷ്ഠനായിരിക്കുന്ന മോശ എന്തു ചെയ്തു? നമ്മൾ വായിച്ച് കേട്ടതായ തിരുവചനം, മോശ ആ കൽപ്പലക എറിഞ്ഞ താഴ്വരയിലേക്ക് കൽപ്പലകളെ പൊട്ടിച്ചു. മോശ പാളയത്തിലേക്ക് എടുത്തു ചാടിയിട്ട മോശ എന്തു ചെയ്തു? ആഭരണധാരികളായിരിക്കുന്ന ആഭരണങ്ങൾ കൊണ്ടുണ്ടാക്കിയതായ കാളദൈവത്തെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടാലും പോരാ എന്ന് വിചാരിച്ചുകൊണ്ട് അധികമായി ആഗ്രഹിക്കുന്നതായ ഈ സ്വർണ്ണാഭരണം ധാരികളുടെ മധ്യത്തിൽ ആ സ്വർണങ്ങൾ കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന വിഗ്രഹങ്ങളെ പിടിച്ചു വാങ്ങി തീയിട്ട അതിനെ കത്തിച്ച അതിനെ ചാരമാക്കി അതിനെ പൊടിച്ച് വെള്ളത്തിൽ കലക്കി ആഭരണധാരികളായിരിക്കുന്നതായ ഈ ഇസ്രായേലിനെ കുടിപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. നമ്മൾ വായിച്ചു കേട്ടല്ലോ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ളതായിരിക്കുന്ന തിരുവചനമാണ് ഇവിടെ ഞാൻ പറയുന്നത്. തീർന്നില്ല. സകലരും സ്വർണ്ണാഭരണങ്ങളെ കൊണ്ടുള്ളതായിരിക്കുന്ന വിഗ്രഹത്തെ കത്തിച്ച് ചാമ്പലാക്കി ചാരമാക്കി വെള്ളത്തിലിട്ട അതിനെ കലക്കി സ്വർണ്ണാഭരണധാരികളായിരിക്കുന്ന ഈ ഇസ്രായേലിനെ കുടിപ്പിക്കുവാനിടയായി. തീർന്നില്ല. മോശ എന്ത് ചെയ്തു? വീണ്ടും പാളയത്തിന്റെ വാതിക്കൽ കടന്നു വന്ന് നിന്നുകൊണ്ട് മോശ യഹോവയായ ദൈവത്തിന്റെ ശബ്ദം മുഴക്കി. ആര്? യഹോവയുടെ പക്ഷത്തുള്ളവൻ ആര്? അവൻ മാറി നിൽക്കട്ടെ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ലേവി ഗോത്രം എടുത്തി ചാടി. 12 ഗോത്രത്തിൽ ദൈവത്തിന്റെ ഗോത്രമായിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കാത്തതായ വേർപാടനുഷ്ഠിക്കുന്നതായ ഹല്ലേലൂയ ലേവി ഗോത്രം എടുത്തു പുറത്തു ചാടിയിട്ട് മോശയോട് പറയാണ്: മോശേ, ഹല്ലേലൂയ അപ്പാ, അങ്ങയുടെ ദൈവത്തെ സേവിപ്പാൻ, നിത്യദൈവത്തെ സേവിപ്പാൻ, വേർപാടനുഷ്ഠിക്കുവാൻ ആഭരണങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ആഭരണങ്ങളെ വർജിച്ചുകൊണ്ട് ഹല്ലേലൂയ അങ്ങയോട് കൂടെ നിൽക്കുവാൻ ഞങ്ങളുണ്ട് എന്ന 2.5 ഗോത്രം പറയുക. ബാക്കി 9.5 ഗോത്രവും സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചുകൊണ്ട് സ്വർണ്ണാഭരണങ്ങളെ കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന വിഗ്രഹങ്ങളെ ആരാധിച്ചവരാണ്. എന്നാൽ 2.5 ഗോത്രത്തോട് സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠങ്ങളിൽ അരുളപ്പാട് ഏറ്റെടുത്തതായിരിക്കുന്ന മോശ പറയുകയാണ്: ഹല്ലേലൂയ, നിങ്ങൾ എന്ത് ചെയ്യാണ്? വാൾ അരയ്ക്ക് കിട്ടുവി. വാൾ അരയ്ക്ക് കെട്ടിക്കൊണ്ട് പാളയത്തിലേക്ക് ഓടുവി. സ്വർണ്ണാഭരണധാരികളായിരിക്കുന്ന വിഗ്രഹാരാധികളായിരിക്കുന്ന 3000 വെട്ടിക്കൂട്ടുവാനിടയായി 2.5 ഗോത്രം വേർപെട്ട ആഭരണധാരികളല്ലാത്തതായിരിക്കുന്ന ആഭരണത്തെ വർജിക്കുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ എന്തു ചെയ്തു? പ്രൈസലോ 3000 വെട്ടിക്കൂട്ടുവാനിടയായി. സമയം വളരെ മുൻപോട്ട് പോകുന്നുവല്ലോ. മെസ്സേജ് വളരെയേറെ ദീർഘമായി പറയേണ്ടി വരും ഈ ഭാഗത്തിൽ നിന്നുകൊണ്ട്. ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ മിസ്രൈമിലും അശൂരിലും ബാബിലോണിലും അടിമകളായി ഇരുന്നുവെന്ന ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനിടയാകുന്നു.
അങ്ങനെ ആഭരണധാരികളല്ലാതിരിക്കുന്നതായ ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിച്ച് അവർ മുൻപോട്ട് കടന്നു പോയതായിരിക്കുന്ന അനുഭവങ്ങളാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനിടയാകുന്നത്. നമ്മൾ ബാബിലോണിൽ അവർ ഇസ്രായേൽ ജനം അടിമകളായിരുന്നായ സമയത്ത് സർവശക്തനായ ദൈവം അവരോട് പറഞ്ഞതായിരിക്കുന്നതായ ഒരു തിരുവചനം വായിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വലിയ പ്രവാചകന്മാരുടെ പട്ടികയിൽ യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ എന്നുള്ളതായിരിക്കുന്ന പ്രവാചകന്മാരെയാണ് നമുക്ക് കാണുവാനിടയാകുന്നത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 7-ാം അധ്യായം 19 മുതലായിരിക്കുന്ന തിരുവചനങ്ങൾ ഒന്ന് വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 19 മുതൽ 22 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ ഒന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. അവർ തങ്ങളുടെ വെള്ളി വീതികളിൽ എറിഞ്ഞു കളയും. ഇത് പഴയ നിയമ ഇസ്രായേലിനുള്ള ബന്ധത്തിലുള്ളതായിരിക്കുന്ന ഉപദേശമാണ്. എറിഞ്ഞു കളയും. പൊന്ന് അവർക്ക് മലിനമായി തോന്നുന്നു. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. അതിനാൽ അവരുടെ വിശപ്പടങ്ങുകയില്ല, അവരുടെ വയറ് നിറയുകയുമില്ല. അത് അവർക്ക് അകൃത്യകേതു ആയിരുന്നുവല്ലോ. അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംബത്തിനായി പ്രയോഗിച്ചു. അതുകൊണ്ട് അവർ തങ്ങൾക്ക് മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മാലിന്യ ബിംബങ്ങളെയും ഉണ്ടാക്കി. ആകയാൽ ഞാനത് അവർക്ക് മലിനമാക്കി ഇരിക്കുന്നു. ഞാനത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായി ഭൂമിയിലെ ദുഷ്ടന്മാർക്കും കൊള്ളക്കാർക്കും കൊടുക്കും. ഇവിടെ വായിക്കുന്നത് ആഭരണധാരികളെ നിഗ്രഹിച്ച വീണ്ടും ബാബിലോണിൽ അടിമകളായി പോയതായിരിക്കുന്ന ഇസ്രായേൽ ജനത്തുള്ളതായിരിക്കുന്ന ഒരു ഉപദേശമാണ് ഇവിടെ കാണുവാനിടയാകുന്നത്. നിങ്ങളുടെ പിതാക്കന്മാർ ആഭരണം ധരിക്കുക മാത്രമല്ല, ആഭരണങ്ങൾ കൊണ്ട് എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടതായിരിക്കുന്ന വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിച്ചവരാ. എന്നാൽ ആഭരണത്തെ കുറിച്ച് വലിയമായിരിക്കുന്നതായ ഒരു ഉപദേശം സർവശക്തനായ ദൈവം പ്രവാചകനായിരിക്കുന്ന യെഹെസ്കേൽ മുഖാന്തരമായിട്ട് 2 ഗോത്രത്തോട് പറയുകയാണ്. എന്താണ് ആഭരണം? മാലിന്യത്തെ കുറിച്ച്. ഞാൻ ആ ഭാഗത്തേക്ക് കടപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നില്ല. സമയം വളരെയേറെ മുൻപോട്ട് കടന്നു പോകുന്നുവല്ലോ. പ്രൈസ് ദൈവികാസനിൽ വീണ്ടും പുതിയ നിയമ ഉപദേശത്തിലേക്കൊന്ന് കടന്നു വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവാസനിൽ പുതിയ നിയമ ഉപദേശം നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ ഇടയാകുന്നത് സകല ജാതികളിൽ നിന്നും ഭാഷയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ടതായിരിക്കുന്ന കൂട്ടമാണ് കർത്താവിന്റെ മണവാട്ടിയാകുന്നതായിരിക്കുന്ന ദൈവസഭ. സഭയൊരു സംഘടനയല്ല, സഭയൊരു സംഘടിതമാണ്. ഇന്നത്തെ പെന്തക്കോസ്ത് സഭകളെല്ലാം ഒരു സംഘടന രൂപത്തിലാണ് കടന്നു പോകുന്നത്. അതിൽ സംഘടനത്തിൽ സംഘടിതമായിരിക്കുന്നതായ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന ദൈവജനത്തെ അവിടെ അഥവാ വീണ്ടും ജനനം പ്രാപിച്ച അടിസ്ഥാന ഉപദേശത്തിൽ നിൽക്കുന്നതായിരിക്കുന്നതായ ജനത്തെ അവിടെ കാണുവാനിടയാകും. പുതിയ നിയമത്തിൽ പല പ്രിയപ്പെട്ടവരും പറഞ്ഞു, പഴയ നിയമത്തിൽ ആഭരണം ഉപയോഗിക്കരുതായിരിക്കുന്ന ഒരു ഉപദേശമില്ല. പഴയ നിയമത്തിൽ പിതാവായ ദൈവമോ യഹോവയായ ദൈവമോ പഴയ നിയമത്തിൽ ആഭരണം ധരിക്കരുതെന്നുള്ളതായിരിക്കുന്ന ഒരു ഉപദേശം പറഞ്ഞിട്ടില്ല. പ്രവാചകന്മാരോ ന്യായാധിപന്മാരോ ആരും തന്നെ ആഭരണം ധരിക്കരുത്, ആഭരണം വർജിക്കണമെന്നുള്ളതായിരിക്കുന്ന ഒരു ഉപദേശം പറഞ്ഞിട്ടില്ല. പിന്നെ അവരെയൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ ആഭരണധാരികളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
പുതിയ നിയമത്തിലും ഒരു ഉപദേശം കാണാൻ ഇല്ല, ആഭരണം വർജിക്കണമെന്ന്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല, അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരിക്കുന്ന ഉപദേശമാണ് പല പ്രിയപ്പെട്ടവരും പഠിപ്പിക്കുന്നത്. എന്നാൽ പുതിയ നിയമ ഇസ്രായേലിന് 10 കൽപ്പനയായിരുന്നു. പഴയ നിയമ ഇസ്രായേലിന്, പഴയ നിയമ സഭയ്ക്ക്. എന്നാൽ പുതിയ നിയമ സഭയ്ക്ക് ഉള്ളതായിരിക്കുന്ന കൽപ്പന 7 അടിസ്ഥാന ഉപദേശമാണ്. 7 അടിസ്ഥാന ഉപദേശം നമ്മൾ പഠിക്കുമ്പോൾ, സഭയുടെ ഉപദേശം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനിടയാകുന്നത്, ഇവിടെ നമുക്കറിയാം ഇന്നത്തെ പെന്തക്കോസ്ത് സഭ കേരളത്തിൽ ആരംഭിച്ചിട്ട് ഏകദേശം 1933 എന്നെനിക്ക് തോന്നുന്നു. കേരളത്തിൽ പെന്തക്കോസ്തിന്റെ സഭ ആരംഭിക്കുന്നത്. അതിൽ പ്രധാനമായി 3 സഭകളാണ് ആരംഭിച്ചത്. ഒന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, 2 അസംബ്ലീസ് ഗോഡ് ദൈവസഭ, 3 ചർച്ച് ഗോഡ് ദൈവസഭ. വീണ്ടും പിന്നാലെ സിലോൺ പെന്തക്കോസ്ത്, ഷാരോൺ, പിന്നെ ഇതര പെന്തക്കോസ്ത് സ്വതന്ത്രമായിരിക്കുന്ന പെന്തക്കോസ്ത് സഭകള് ഒക്കെയും കാണുവാനിടയാകുന്നു. എന്നാൽ സഭയെക്കുറിച്ച് വിശുദ്ധ തിരുവചനം പഠിക്കുമ്പോൾ കൈസരുടെ പട്ടണത്തിലായിരുന്നു കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയും? അതിന് പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ എന്നു. കർത്താവ് പത്രോസിനോട് പറഞ്ഞത്, എൻ്റെ ആത്മാവത്രേ ഇത് നിന്നെ വെളിപ്പെടുത്തിയത്, ഇത് നീ ആരോടും പറയുക. സ്തോത്രം. നമ്മള് മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 13 മുതൽ വായിക്കുന്ന തിരുവചനങ്ങൾ വായിക്കുകയാണ്. ആ പത്രോസിനോട് സർവശക്തനായ ദൈവം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പറയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ. പത്രോസേ, നീ ഒരു പാറക്കഷ്ണമാണ്. പെട്രോസ്, നീ ഒരു പാറക്കഷ്ണമാണ്. ഞാനാണ് പെട്ര. അതുകൊണ്ട് പെട്രോസായിരിക്കുന്ന പാറക്കഷ്ണമായിരിക്കുന്ന നിന്നെ എന്നിൽ ചേർത്തു വെച്ച് ഞാൻ പണിയും. പാറയാകുന്ന കർത്താവിങ്കൽ ചേർത്തുവെച്ച ഹല്ലേലൂയ സഭ ആരംഭിക്കും. ആ സഭ ഒരു സംഘടനയല്ല, ആ സഭ ഒരു സംഘടിതമാണ്. കർത്താവ് പെന്തക്കോസ്ത് നാളിൽ 120 പേർ കൂടി വന്ന ഇടത്ത് സകല ജഡത്തിന്മേലിലും അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലിലും എൻ്റെ ആത്മാവിനെ പകരും എന്നുള്ളതായിരിക്കുന്ന ദൈവവചന പ്രമാണം, ഉപദേശം, പഠനം അവിടെയാണ് കാണുവാനിടയാകുന്നത്. എന്താ? അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലിലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് ഇന്നും പലരും വ്യാഖ്യാനിക്കുന്ന പലതും ദുർവ്യാഖ്യാനമാണ്. അവിടെ വായിക്കുന്നതിനാണ് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലിലും എൻ്റെ ആത്മാവിനെ പകരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന അന്ത്യകാലം ന്യായപ്രമാണ യുഗത്തിന്റെ അന്ത്യപിരീഡ്, കൃപായുഗത്തിന്റെ ആരംഭത്തിങ്കൽ. അതിനെക്കുറിച്ച് പത്രോസ് പറഞ്ഞിരിക്കുന്ന അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ലൂക്കോസ് അത് രചിച്ചതായിരിക്കുന്ന ലൂക്കോസ് ഡോക്ടറായിരിക്കുന്നത് കൊണ്ട്, വൈദികനായിരിക്കുന്നത് കൊണ്ട് താൻ എന്ത് ചെയ്യാണ്? അത് പുറകോട്ട് അന്വേഷിച്ചപ്പോൾ യോബേൽ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യത്തിലാണ് കടന്നു ചെല്ലുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ശേഷം അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലിലും എൻ്റെ ആത്മാവിനെ പകരുമെന്നാണ്. അപ്പോൾ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലിലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞത് കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ ശേഷം ബദ്ധന്മാരുടെ ആത്മാക്കളെ വിടുവിച്ച സ്വർഗത്തിൽ കൊണ്ട് ഇരുത്തിയതിന്റെ ശേഷം കർത്താവിന്റെ ഉയർപ്പിന് 40 ദിവസം കഴിഞ്ഞ് 50-ാമത്തെ ദിവസം കർത്താവ് പറഞ്ഞ, നിങ്ങൾ എന്ത് ചെയ്യാണ്? യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എൻ്റെ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ
എൻ്റെ ആത്മാവിനെ പ്രാപിക്കേണ്ടതിന് വേണ്ടി ഞാൻ പിതാവിനോട് ചോദിച്ച് നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരുന്നായിരിക്കുന്നതായ കാര്യസ്ഥനെ പ്രാപിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ യെരൂശലേമിൽ കൂടിയിരിക്കണം. അങ്ങനെ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാളിൽ സിയോൻ മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അത് പ്രാപിച്ചതായിരിക്കുന്ന പത്രോസ് പ്രൈസലോ വാക്കുകൾ തെരുവിലിരുന്ന പ്രൈസലോ സുന്ദരമെന്നായിരിക്കുന്ന ദേവാലയത്തിന് വാതിക്കൽ ഇരുന്നു കൊണ്ട് ഭിക്ഷയാചിക്കുന്നതായിരിക്കുന്നതായ ഹല്ലേലൂയ ഈ യാചകനോട് പത്രോസ് പറയുന്നതായിരിക്കുന്ന തിരുവചനം പുതിയ നിയമത്തിൽ നിന്നും ഒന്ന് വായിച്ച് കേൾപ്പിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവ സന്നിധിയിൽ ഒന്ന് പത്രോസിന്റെ ലേഖനം നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ ഇടയാകുന്നത് അവിടെ ഇങ്ങനെയാണ് കാണുവാൻ ഇടയാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കുന്ന വാക്യമായിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ വായിക്കണമെന്നുണ്ട്. എന്നാൽ പ്രൈസലോ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. പ്രൈസലോ ദൈവസനിൽ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന പത്രോസ് 1 പത്രോസ് 18-19 വായിക്കുന്നത് ഇങ്ങനെയാണ്. പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്നതായിരിക്കുന്ന മുതലായ വസ്തുക്കളെ കൊണ്ടല്ല ഞാൻ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, ക്രിസ്തുവെന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. പ്രൈസലോ ഭിക്ഷയാചിക്കുന്നതായിരിക്കുന്ന വ്യക്തിയോട് പറയുന്നത് എന്തിയാണ്? പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, അതുകൊണ്ട് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ എന്തിയാണ് നിനക്ക് നൽകുന്നു. സ്തോത്രം. കർത്താവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറയുവാനിടയായി. പ്രൈസലോ. അപ്പോൾ അവിടെ വായിക്കുന്നത് പൊന്നും വെള്ളിയും. പൊന്നിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിപ്പാനിടയായി. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും ധരിച്ചു കൊണ്ടുവന്നായിരിക്കുന്ന പൊന്നാഭരണങ്ങൾ കൊണ്ട് അവർ എന്ത് ചെയ്യാണ്? കാളദൈവത്തെ, വിഗ്രഹത്തെ ഉണ്ടാക്കി. അതുകൊണ്ട് പത്രോസ് അത് എടുത്തു പറയാണ്, പൊന്നില്ല ഞങ്ങളുടെ പക്കൽ. 2 പത്രോസ് പറയാണ്, എന്നാൽ ദൈവത്തിനുള്ളതായിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പ് വിലയാണ് വെള്ളി. പഴയ നിയമ ഇസ്രായേൽ അവർ ദൈവത്തിന് വേണ്ടി നിലകൊള്ളണമെങ്കിൽ അവിടെ വീണ്ടെടുപ്പ് വിലയായിരിക്കുന്ന 1/2 ശേക്കൽ വെള്ളി എന്ത് ചെയ്യണം? വീണ്ടെടുപ്പ് വിലയായിട്ട് കൊടുക്കണം. അതുകൊണ്ട് പത്രോസ് അത് എടുത്തു പറയാണ് പുതിയ നിയമത്തിൽ, പത്രോസിന്റെ ലേഖനത്തിൽ, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ ഒരുവനെ വീണ്ടെടുക്കുവാനോ പൊന്നും വെള്ളിയും ധരിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്ന ഒരുവന് സ്വർഗരാജ്യം അവകാശമാക്കുവാനോ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് കർത്താവ് പ്രൈസലോ പത്രോസ് പറയുകയാണ്, എന്തിയാണ്? ഞങ്ങൾക്കുള്ളത് നിനക്ക് നൽകുന്നു. കർത്താവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? തെരുവിലിരുന്ന ധർമ്മം പ്രൈസലോ യാചിക്കുന്നവനെ എഴുന്നേൽപ്പിക്കുവാനിടയായി. പെണ്ണു പറയാണ്, പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്നതായിരിക്കുന്ന വസ്തുക്കളെ കൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, ക്രിസ്തുവെന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. നമ്മൾ പുതിയ നിയമം ഒന്ന് പഠിച്ചു നോക്കിയേ. ഉപദേശത്തെ കുറിച്ച് പത്രോസ് വളരെ ശക്തമായി പറഞ്ഞിരിക്കുക. ഇനി പൗലൂസിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയേ. പൗലൂസ് ത്രോവാസിൽ വെച്ചുവനായ പുതപ്പും വിശേഷാൽ ചർമ്മലിഖിതവും തികിക്കോസിനോട് പറയുകയാണ്, നീ പോരുമ്പോൾ കൊണ്ടുപോരുവീൻ. സ്തോത്രം. കാരണം പൗലൂസിന്റെ പക്കൽ ഒരു പണവട പൊന്നുപോലും ഒരു വെള്ളിയാഭരണങ്ങൾ പോലും ഇല്ലായിരുന്നു. അവനെന്തിയാണ്? ഉപദേശത്തെ മുറുകെ പിടിച്ചു. പുതപ്പ് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, പുസ്തകം വിശുദ്ധ തിരുവചനത്തെ കാണിക്കുന്നു, അതിലുള്ളതായിരിക്കുന്ന ചർമ്മലിഖിതങ്ങള് ദൈവത്തിന്റെ വചന ഉപദേശത്തെ കാണിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രൈസലോ ഇവിടെ കാണുവാനിടയാകുന്നത് കർത്താവായ യേശു ക്രിസ്തു പ്രൈസലോ ഇവിടെ മനുഷ്യൻ ഈ ഭൂമിയിൽ
ഏറ്റവും വലിയ വിലപിടിപ്പുള്ളത് മനുഷ്യനാണ്. മനുഷ്യനിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് മനുഷ്യന്റെ ആത്മാവാണ്. വിശുദ്ധ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഭൂലോകത്തെക്കാൾ വിലപിടിപ്പുള്ളതായിരിക്കുന്ന ആത്മാവ്. ശരീരത്തിൽ എവിടെയാണ് ഈ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്? പ്രാണനകത്താണ്. മനുഷ്യന്റെ പ്രാണൻ അല്ലെങ്കിൽ ജീവനകത്താണ് ഭൂലോകത്തെക്കാൾ വിലപിടിപ്പുള്ളതായിരിക്കുന്ന ആത്മാവും മറഞ്ഞിരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനിടയാകും. മനുഷ്യന്റെ രക്തത്തിലാണ് അവന്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത്. ആ രക്തത്തിലാണ് മനുഷ്യന്റെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം, അതിൽ വാക്യങ്ങളുണ്ട്, അതൊക്കെ പിന്നാലെ വരുന്നത് കൊണ്ട് ആ ഭാഗത്തേക്ക് കടന്നു വരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നില്ല. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ടതായിരിക്കുന്ന കുഞ്ഞാടാകുന്ന കർത്താവിന്റെ രക്തത്താലാണ് ഒരുവനെ വീണ്ടെടുക്കുന്നത്. ദൈവവചനം പഠിക്കുന്നത് അങ്ങനെയാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശു സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ ആരെല്ലാം ആയിരിക്കണമെന്ന് ഭൂലോക സ്ഥാപനത്തിനു മുമ്പ് പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേകനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന പ്രത്യേക വ്യക്തിയായിരിക്കുന്ന മനുഷ്യനെ, അദൃശ്യനായിരിക്കുന്ന മനുഷ്യന് ഈ ഭൂമിയിൽ ദർശനമുള്ളതായിരിക്കുന്ന മനുഷ്യനാക്കി തീർക്കുന്നതിന് മുമ്പ്, സ്തോത്രം, മുന്നമേ എഴുതപ്പെട്ട ചരിത്രമായി, മുന്നമേ പിതാവാം ദൈവം തന്റെ ഓമന കുമാരനായിരിക്കുന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ മുന്നിമിക്കുവാനിടയായി. ദൈവസന്നിൽ നമ്മള് ഇവിടെ എഫെസ്യ ലേഖനം 1:4 വായിക്കുന്നു, തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തുള്ള ബന്ധത്തിൽ ദൈവം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാനിടയാകുന്നത്, ഒന്നാമത്തെ ആദാമായിരിക്കുന്ന ആദാമിൽ സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ ജനിക്കേണ്ടതായിരിക്കുന്ന സകല മനുഷ്യരെയും ആദാമിൽ ഹവ്വ ഉണ്ടായിരുന്നു. ആദാമിന്റെ മൂക്കിലേക്ക് ദൈവം എന്തിയാണ് ജീവശ്വാസം ഊതിയപ്പോൾ അദർശനായിരിക്കുന്ന സകല മനുഷ്യരും ആദാമിൽ പ്രവേശിപ്പാനിടയായി. എന്നാൽ ആദാമിൽ ഉണ്ടായിരുന്നായിരിക്കുന്ന ഹവ്വയെ പുറത്തെടുത്ത നിങ്ങൾ രണ്ടല്ല ഒന്നത്രയെന്ന് പറഞ്ഞുകൊണ്ട് ഏദൻ പർദീസയിൽ നിന്നും പാപത്താൽ ഇറക്കിവിട്ട് വീണ്ടും എന്തിയാണ് ഇവിടെ കാണുവാനിടയാകുന്നത്? അവർ ഒന്നല്ല രണ്ടല്ല ഒന്നെന്ന ഉള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ അവർ കടന്നു വരുമ്പോൾ ഈ ഭൂമിയിൽ ജനിക്കേണ്ടതായിരിക്കുന്ന ഓരോ മനുഷ്യരും 9 മാസവും 9 നാഴികയും 9 വിനാഴികയും കൊണ്ട് എന്തിയാണ് ഈ ഭൂമിയിൽ ജനിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചു പഠിക്കുമ്പോൾ കാണുവാനിടയാകേണ്ടത്, മനുഷ്യന് വേണ്ടി മനുഷ്യൻ മരിക്കേണ്ടതാകിയാൽ സാക്ഷാൽ ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നു. ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണ ദൈവവും മനുഷ്യന് വേണ്ടി സമ്പൂർണ്ണ മനുഷ്യനുമായി ഇറങ്ങി കടന്നു വന്നവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവസാനമായി ഏതു മനുഷ്യൻ ജനിക്കുവാൻ പോകുന്നുവോ ആ മനുഷ്യനും അവസാനമായി ചെയ്യുവാൻ പോകുന്നതായ പാപക്കറകളെയും ഏറ്റെടുത്തുകൊണ്ട് കാൽവറി ക്രൂശിൽ അവസാനമായി ഏതു മനുഷ്യൻ ഏത് പാപം ചെയ്യുവാൻ പോകുന്നുവോ ആ പാപങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് ആദാമിക വർഗത്തിനു വേണ്ടി ആദാമിക സന്തതികൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ഇവിടെ വായിക്കുന്നത്, അവന്റെ അങ്കി ഊരി അവന്റെ അങ്കിക്കായി പടയാളികൾ ചീട്ടിട്ടു. ആ അങ്കിയുടെ വില സ്വർണ്ണാഭരണങ്ങളാൽ കൂടുതൽ വിലമതിക്കുന്നതായിരിക്കുന്ന അങ്കിയായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ
അല്പം പോലും സ്വർണ്ണാഭരണങ്ങളോ അതുപോലെ തന്നെ വെള്ളിയാഭരണങ്ങളോ ഇല്ലായിരുന്നു. പത്രോസിന്റെ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. പത്രോസ് പറയാണ്, പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്നതായിരിക്കുന്ന വസ്തുക്കളെ കൊണ്ടല്ല ഞാൻ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ വീണ്ടെടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തതായിരിക്കുന്നതായ അന്ത്യകൽപ്പനയാണ് ഉൽപ്പത്തി മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുവാനിടയാവുന്നത്. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന അന്ത്യ ഉപദേശം നൽകി കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയതിന് ശേഷമായി വീണ്ടും ഞാൻ മടങ്ങി വന്ന നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞവനായ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും മുമ്പ് കർത്താവിൻ്റെ ഉയർപ്പിലാണ് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നരിക്കുന്നതായ മാനവരാശിക്ക് എന്തിയാണ് രക്ഷ സ്വർഗം ആഹ്വാനം ചെയ്യുവാനിടയായത്. ദൈവികാസനിൽ സുവിശേഷീകരണത്തുള്ള ബന്ധത്തിൽ കടന്നു എന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്നവരെന്ത് ചെയ്യാണ്? വിശ്വസിക്കും. കേട്ടവർ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിനെ അവർ ഹൃദയത്തിൽ സ്വീകരിക്കും. യേശുവിൻ്റെ രക്ഷകനായി, എൻ്റെ വീണ്ടെടുപ്പുകാരനായി, എൻ്റെ ദൈവമായി വീണ്ടും എന്നെ ചേർക്കുവാൻ വരുന്നവനായ എൻ്റെ കർത്താവിൻ്റെ പാപത്തെ മോചിപ്പാൻ മതിയായവനായ ദൈവമാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു വ്യക്തി അവർ കർത്താവിനെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ട കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവരിൽ ഒരു വീണ്ടും ജനനം നടക്കും. വീണ്ടും ജനനം നടക്കാതെ രക്ഷിതാവായി സ്വീകരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ വീണ്ടും ജനനം നടക്കുമ്പോൾ അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. മണ്ണിൽ നിന്നു 9 മാസം കൊണ്ട് 9 നാഴിക കൊണ്ട് 9 വിനാഴിക കൊണ്ട് മാതാപിതാക്കന്മാരുടെ ബീജതുല്യമായി പിറന്നതായിരിക്കുന്ന ഒരു വ്യക്തി കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവരിൽ വീണ്ടും ജനനം നടക്കുന്നത് കെടാത്ത വചനമാകുന്ന ബീജത്താലാണ്. അവർ മണ്ണിൽ നിന്നും അവരുടെ പേര് മായ്ച്ച് ജീവന്റെ പുസ്തകത്തിൽ വിണ്ണിലേക്ക് അവരുടെ പേര് എഴുതി ചേർക്കുവാനിടയാകും. ഞാനൊന്നുകൂടി അവിടെ നിന്ന് പറയട്ടെ. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, അഥവാ രക്ഷിക്കപ്പെടുമ്പോൾ, അതിൽ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, ആ വീണ്ടും ജനനത്തിൽ മാനസാന്തരം ഉണ്ടാകുമ്പോഴാണ് അവരെന്ത് ചെയ്യാണ്? ആഭരണങ്ങളെ വർജിക്കുന്നത്. നമുക്കറിയാം, എൻ്റെ മാമൻ എനിക്ക് പൊന്നുരച്ച് തന്നതായിരിക്കുന്ന അനുഭവങ്ങൾ, എൻ്റെ ജന്മത്തിൽ നൽകിയതായിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മാതാവ് പറഞ്ഞത് ഓർമ്മ എൻ്റെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ശിശുവായി ജനിച്ചപ്പോൾ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളെയൊക്കെയും ഉപയോഗിച്ച് ധരിച്ചുകൊണ്ട് നടന്നായിരിക്കുന്ന മാതാപിതാക്കന്മാരുടെ മധ്യത്തിൽ നിന്നും, അതുപോലെ തന്നെ ആഭരണങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്നായിരിക്കുന്ന അവസ്ഥയുടെ മധ്യത്തിൽ നിന്നും സത്യനിത്യ ദൈവത്തെ കണ്ടെത്തിയപ്പോൾ അതിനെ വർജിച്ചതായിരിക്കുന്ന എൻ്റെ മാതാവ് പറഞ്ഞതായിരിക്കുന്ന ഓർമ്മ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ജന്മത്തിൽ ആദ്യം എനിക്ക് തൊട്ട് തന്നത് സ്വർണ്ണാഭരണം, മോതിരം ഉരച്ച് അതിൻ്റെ ആ തരിയെടുത്ത് എൻ്റെ നാവിൽ വെക്കുകയായിരുന്നു.
പിന്നാലെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരും. അപ്പോൾ ഒരുവന്റെ രക്ഷയുടെ അനുഭവത്തിൽ അവന്റെ ജീവിതത്തിൽ നടക്കുന്നത് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവനിൽ നിന്നും രണ്ട് കാര്യങ്ങൾ ഓടി മറയും. ഓടി മറയാത്തതായിരിക്കുന്ന വ്യക്തി, വീണ്ടും ജനനം പ്രാപിക്കാത്തതായ വ്യക്തി, മാനസാന്തരപ്പെടാത്ത വ്യക്തി, സ്വർണ്ണാഭരണങ്ങളും ഇട്ടുകൊണ്ട് നടക്കുന്ന വ്യക്തി, അവർ എന്ത് ചെയ്യാണ്? രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവർ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല. അവർ എന്ത് ചെയ്യാണ്? മാനസാന്തരപ്പെട്ടിട്ടില്ല. അവരിൽ നിന്ന് ഓടി മറയേണ്ടത് വിട്ടുമാറിയിട്ടില്ല, പോയിട്ടില്ല. അവർ ലോകത്തെയും മണ്ണിനെയും ആഭരണത്തെയും അവർ വിട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുവാനിടയാകുന്നത്. എന്താണ് ഓടിമറയുന്നത്? ഒന്ന്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ആദാമിനോട് പറഞ്ഞു. ആദാം 10 വർഷഫലം തിന്നു. എന്നാൽ അവിടെ വായിക്കുന്നത് ആദാം വീണ്ടും ദീർഘവർഷം ജീവിച്ചിരുന്നു. ഏകദേശം 930 വർഷത്തോളം. തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആദാമിന് 3 മരണം അവന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. ആദാമിയ സന്തതികൾക്കും അത് 3 മരണവും ചുമന്നുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തി ജീവിക്കുവാൻ വേണ്ടി ജനിക്കുന്നത്. 1 ആത്മീയ മരണം, 2 ശാരീരിക മരണം, 3 നിത്യമരണം. അപ്പോൾ 9 മാസവും 9 നാഴികയും 9 വിനാഴികയും കൊണ്ട് ജനിക്കുന്നതായിരിക്കുന്ന, ജീവിക്കുവാൻ വേണ്ടി അമ്മയുടെ ഉദരത്തിൽ നിന്നും ഈ ഭൂമിയിൽ ജനിക്കുന്നതായിരിക്കുന്ന ഒരു ഗർഭശിശുവിന് 3 മരണമാണുള്ളത്. 1 ആത്മീയ മരണം. എന്ത് ചെയ്യാണ്? ഏതൻ തോട്ടത്തിൽ വെച്ച് തിന്നരുതെന്ന് പറഞ്ഞിരിക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചപ്പോൾ ഒരാത്മീയമായി മരിച്ചു, ശാരീരികമായി മരിച്ചു, നിത്യമായി മരിച്ചു. അപ്പോൾ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഹല്ലേലൂയ, എന്താണ് സംഭവിക്കുന്നത്? 1, നിന്റെ ആത്മീയ മരണം നിന്നെ വിട്ടു മാറിപ്പോകണം. സ്വർണ്ണാഭരണം ഇട്ടുകൊണ്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, പൈതലെ, മോനെ, മോളെ, നീ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് സ്വർണ്ണാഭരണം ഇട്ടുകൊണ്ടാണ്. നീ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതുവെങ്കിൽ നിന്നിൽ എന്ത് ചെയ്യാണ്? 3 മരണം കുടികൊണ്ടിരുന്നു. 1 ആത്മീയ മരണം, 2 ശാരീരിക മരണം, 3 നിത്യമരണം. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നിന്റെ ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തോട്, സൃഷ്ടിതാവാം ദൈവത്തോട് അടുത്ത് കടന്നു ചെല്ലുവാൻ കഴിയാത്തതായിരിക്കുന്ന ആത്മീയ മരണം നിന്നെ വിട്ടുമാറണം. വിട്ടുമാറുമ്പോഴാണ് ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഉള്ളതായിരിക്കുന്ന വീണ്ടും ജനനം നിന്റെ ജീവിതത്തിൽ നടക്കുന്നത്. അത് നടക്കുമ്പോൾ എന്ത് ചെയ്യാണ്? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. 2 നിത്യമരണം. എന്താണ് നിത്യമരണം? നിത്യശിക്ഷാവിധിയായിരിക്കുന്ന ഹല്ലേലൂയ നരകത്തിൽ നിന്നുമുള്ളതായ വിടുതലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷയെക്കുറിച്ച് കാണുവാനിടയാകുന്നത് ആ നിത്യമരണം, നരക ശിക്ഷാവിധിയിൽ നിന്നുമുള്ളതായ വിടുതല പ്രാപിക്കണം. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ സ്വർണ്ണാഭരണമിട്ട യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതായിരിക്കുന്ന ഒരു വ്യക്തി ജീവന്റെ പുസ്തകത്തിൽ അവർ പേരെഴുതി കഴിയുമ്പോൾ എന്ത് ചെയ്യാണ്? അവർ ആഭരണങ്ങൾ മാറ്റിവെക്കും, അവർ ആഭരണങ്ങൾ ഉപേക്ഷിക്കും, അവർ ആഭരണങ്ങൾ എന്ത് ചെയ്യാനോ വർജിക്കും. കാരണം എന്താ? അവർക്ക് പിന്നെ ഒറ്റ മരണമേ ഉള്ളൂ, ശാരീരിക മരണം മാത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എമ്പിന്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇവിടെ കയറി വരുവീൻ എന്നുള്ളതായിരിക്കുന്ന കാഹള ധ്വനിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവിൽ നിദ്ര
പ്രാപിച്ചവർ ആത്മീയ മരണം മാറി, നിത്യമരണം മാറി. ശാരീരിക മരണത്തിൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ആകാശമേഘത്തിൽ എന്നെ ചേർക്കുവാൻ കടന്നു വരും എന്നുള്ളതായിരിക്കുന്ന പ്രത്യാശയിൽ ജീവിക്കുന്നതായ ദൈവ പൈതലേ, ഹല്ലേലൂയ. നിന്റെ ഈ ശരീരം എന്തിയാണ്? ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളും നൊമ്പരങ്ങളും മരണങ്ങളും ഉള്ളതായിരിക്കുന്ന ശരീരമാണ്. എന്നാൽ ഈ ശരീരം ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. എന്റെയും നിന്റെയും പ്രമാണം എന്താണ്? എന്റെയും നിന്റെയും പ്രമാണത്തിൽ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റ് കടന്നുപോയെങ്കിൽ അവൻ ആകാശമേഘങ്ങളിൽ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുമ്പോൾ ഇവിടെ കയറി വരുവീ എന്നുള്ളതായിരിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഇവിടുന്ന് ഹല്ലേലൂയ കരേറിപ്പോകുന്നത് പരിശുദ്ധാത്മാവാ. ദൈവത്തിന്റെ ത്രികാലാവസ്ഥകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഭൂതകാല നിത്യതയിൽ ഏകനായ ദൈവത്തിന്റെ ശുശ്രൂഷയായിരുന്നു. വർത്തമാനകാലവാസത്തിങ്കൽ ആദാം മുതൽ യേശു ക്രിസ്തു വരെ യഹോവയായ ദൈവമായ പിതാവിന്റെ ശുശ്രൂഷയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ യേശു ക്രിസ്തു മുതൽ അവന്റെ സ്വർഗാരോഹണം വരെ തൃത്വത്തിൽ രണ്ടാമനായിരിക്കുന്ന യേശുവിന്റെ ശുശ്രൂഷയായിരുന്നു. പെന്തക്കോസ്ത് നാൾ മുതൽ ഇന്ന് വരെയും പരിശുദ്ധാത്മാവ് തന്റെ ശുശ്രൂഷ എന്ത് ചെയ്യാണ്? ഭൂമിയിൽ തികച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നതായ ദൈവപൈതലേ, ഇവിടെ കയറി വരുവീൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് കരേറി പോകുവാനിടയാകും. ആ പരിശുദ്ധാത്മാവ് എന്നെയും നിന്നെയും മുദ്രയിട്ടിട്ടുണ്ടെങ്കിൽ പ്രൈസലോ ആ പരിശുദ്ധാത്മാവിനോടുകൂടെ നാമും കടന്നു പോകുവാനിടയാകും. നമുക്കുള്ളതായിരിക്കുന്ന പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ഈ കാലഘട്ടത്തിങ്കിൽ എൻ്റെ ഈ ശിഷ്ടായസിൽ വരുമെന്നുള്ളതായിരിക്കുന്ന പ്രത്യാശയാണ് എൻ്റെ പ്രത്യാശ. ഇനി കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ എൻ്റെ ഈ ശുശ്രൂഷ മധ്യത്തിൽ എൻ്റെ മൂക്കിൽ പഞ്ഞി വയ്ക്കുമ്പോൾ വരെയും കർത്താവ് വന്നില്ല എങ്കിൽ എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. എന്താണ്? ഞാൻ മരിച്ചടക്കപ്പെട്ട നൂറുകണക്കിന് ദൈവാസന്മാർ, ദൈവമക്കൾ മണ്ണിൽ നിന്നും എടുത്തതായിരിക്കുന്ന ഈ മൺമയമായ ശരീരം മണ്ണിലേക്ക് തിരികെ ചേർക്കും. എന്നാൽ കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഇവിടെ കയറി വരുവീൻ എന്നുള്ളതായിരിക്കുന്ന കാഹള ധ്വനിയുടെ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കുമ്പോൾ എൻ്റെ അക്ഷരികമായിരിക്കുന്ന ഈ മൺമയമായ ശരീരം വിൺമയം പ്രാപിച്ച തേജസ്സോടെ ഞാൻ എൻ്റെ കർത്താവിനെ എതിരേൽപ്പാൻ ആകാശം മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ ദൈവമക്കൾക്കുള്ളതായിരിക്കുന്ന അടിസ്ഥാന ഉപദേശമാണ് 7 അടിസ്ഥാന ഉപദേശം. 1, പ്രൈസലോ വിശ്വാസത്താൽ ഉള്ളതായിരിക്കുന്ന രക്ഷ, പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നുള്ളതായിരിക്കുന്ന രക്ഷ. 2, കർത്താവിന്റെ മരണപുനരുദ്ധാനമായിരിക്കുന്നതായ വിശ്വാസ സ്നാനം, പ്രൈസലോ. 3, ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ ഉള്ളതായിരിക്കുന്ന അഭിഷേകം, 4, വേർപാട്. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പാപത്തിന്റെ ശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന, പാപത്തിന്റെ ശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന പ്രൈസലോ ഹല്ലേലൂയ കർത്താവിന്റെ ആ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കേണ്ടതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഹല്ലേലൂയ ശിക്ഷാവിൽ നിന്നും വിടുതൽ പ്രാപിച്ച, ശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ പോകുന്ന ദൈവമക്കൾക്ക് എന്ത് ചെയ്യാണ്? ആഭരണം ഒരു വിഷയമല്ല. അവർ ദൈവത്തോട് നീതീകരണം പ്രാപിച്ചതാണ്. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ആത്മീയ മരണം മാറി അവർ ദൈവത്തോട് എന്ത് ചെയ്യാണ്? നീതീകരണം പ്രാപിച്ചു. ഏകസത്യ നിത്യ ദൈവത്തെ ആരാധിച്ചു മുന്നേറി കടന്നു പോകുന്നവരാണ് അവർ. അവരെന്ത് ചെയ്യാണ്? വിശുദ്ധീകരണം പ്രാപിച്ചു കൊണ്ടിരിക്കും. അവരെന്ത് ചെയ്യാണ്?
തേജസ്കരണം പ്രാപിക്കും. ആ തേജസ്കരണം, വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, തേജസ്കരണം പ്രാപിക്കുവാൻ പോകുന്നതായ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, പാപത്തിൻ്റെ ശിക്ഷാവിടുതൽ വിടുതൽ പ്രാപിച്ച, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും വിടുതൽ ആ സാന്നിധ്യത്തിൽ വിടുതൽ പ്രാപിക്കേണ്ടതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയെ ആശയോടും ആകാംക്ഷയോടും ആവശ്യത്തോടും കാത്തിരിക്കുന്ന ഒരു വിശുദ്ധന്മാരുടെ, ഒരു വിശ്വാസിയുടെ പ്രമാണമാണ് ദൈവത്തിന്റെ വചനത്താൽ ഉള്ളതായിരിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് വേർപാട്. ഈ ഭൂമിയിൽ മറ്റുള്ളതായിരിക്കുന്ന ദൈവം നൽകിയിരിക്കുന്ന ഈ വിശുദ്ധ ശരീരത്തിൽ മറ്റുള്ളതായിരിക്കുന്ന ആഭരണധാരണമോ മറ്റുള്ളതായിരിക്കുന്ന ഒന്നും നമ്മുടെ ശരീരത്തിൽ യേശുവാൻ ഇടവരരുത്. കാരണമെന്താ? നമ്മുടെ കർത്താവിൻ്റെ കൂടെ നടന്നതായിരിക്കുന്ന നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള വേതാള ഗോപുരങ്ങൾ ദൈവസഭയെ ജയിക്കുകയില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന, ഈ രണ്ടാമത്തെ വീഡിയോയിൽ കേൾക്കുന്നതായിരിക്കുന്ന ദൈവമൈതലേ, നീ പത്രോസാകുന്നു. നീ ഒരു പാറക്കഷമാകുന്നു. പെട്ര യേശു ക്രിസ്തുവാണ്. പാറക്കഷമായിരിക്കുന്ന നിന്നെ പെട്രായാകുന്ന യേശു ക്രിസ്തുവിനെ വെച്ച് ചേർത്തു പണിയിരിക്കുന്നതായ കർത്താവ് നിന്നോട് പറയാണ്, പാതാളത്തിന്റെ വേതാള ഗോപുര ശക്തികള് അല്ലെങ്കിൽ നിന്നെ ജയിപ്പാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ പത്രോസ് പുതിയ നിയമ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നു, പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്നതായിരിക്കുന്ന മുതലായ വസ്തുക്കളെ കൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, ക്രിസ്തുവെന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. ഹല്ലേലൂയ. നിന്റെ പ്രാണനിൽ മറഞ്ഞിരുന്നായ ഭൂലോകത്തെക്കാൾ വിലപിടിപ്പുള്ളതായിരിക്കുന്ന ആത്മാവിനെ വീണ്ടെടുത്തത് കർത്താവായ യേശു ക്രിസ്തുവെന്ന രക്തം കൊണ്ടാണ്. ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന ദൈവജനമേ, ഒരു കാരണവശാലും നീ ആഭരണധാരിയായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിന്റെ വീണ്ടെടുപ്പുകാരൻ വരുവാൻ കാലം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ആ കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ വേർപാടിനോടുകൂടെ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇടയാക്കുമാറാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഒന്നാമത്തെ ഭാഗം ചിന്തിച്ചത് വിശുദ്ധ തിരുവചനത്തിലെ ഉപദേശങ്ങള്. രണ്ടാമത്തെ ഭാഗം ചിന്തിച്ചത് ഹല്ലേലൂയ പഴയ നിയമ ഇസ്രായേലിന് വേണ്ടിയുള്ളതായിരിക്കുന്ന ഉപദേശം, അഥവാ 10 കൽപ്പനയിൽ ഒന്നാമത്തെ കൽപ്പന. ഹല്ലേലൂയ ദൈവികസനിൽ ചിന്തിപ്പാനിടയായി. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് വിശുദ്ധ സഭയാകുന്നതായിരിക്കുന്ന പുതിയ നിയമ ഇസ്രായേലിനെ കുറിച്ച്, അഥവാ കർത്താവിന്റെ മണവാട്ടിയായ സഭയെ കുറിച്ച് ചിന്തിപ്പാനിടയായി. ഇന്ന് പകൽക്കാലം ഏകദേശം 1.5 മണിക്കൂറോളം ഈ വീഡിയോ നീണ്ടു നിൽക്കുവാനിടയായി. അടുത്ത വീഡിയോ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത് സ്വർണ്ണാഭരണ ധാരിയായിരിക്കുന്ന ലൂസിഫറിനെ സൃഷ്ടിച്ച ദൈവം. ആ ഭാഗം ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒത്തിരി കുറവുകൾ ഇതിൽ കടന്നു വന്നിട്ടുണ്ട്. സദയം ക്ഷമിക്കുക. പല തിരുവചനങ്ങൾ പറഞ്ഞു വിട്ടതേ ഉള്ളൂ, വായിപ്പാൻ സമയം എടുത്തില്ല എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ ചാനലുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രൈസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്നത് നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നത് നിങ്ങൾ എന്ത് ചെയ്യാണ്? മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനലിനെ പിൻപറ്റുക എന്ന് ദൈവനാമത്തിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.